കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ വാങ്ങി നട്ട ഒരു ചെമ്പകമരമാണിത്. വീട്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ചെടിച്ചട്ടിയിലാണ് ഈ ഒരു ചെമ്പകമരം നട്ടത്. ഇപ്പോൾ അതിനകത്ത് നിറച്ചും പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു മെയ് വരുമ്പോൾ ഈ ഒരു ചെമ്പകമരം നട്ടിട്ട് ഒരു വർഷമാകുന്നു. ചെടിച്ചട്ടിയിൽ നട്ട സമയത്ത് ആകെ ഒരു സംശയമായിരുന്നു കേട്ടോ, ഇതിങ്ങനെ പൂക്കോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഇതിൽ നിറച്ചും പൂവും മുട്ടയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഇതേപോലെ ഒരു ചെമ്പകമരം എൻ്റെ തറവാട്ടിലുണ്ടായിരുന്നു. അന്ന് വെള്ള കളർ പൂവും മഞ്ഞ കളർ പൂക്കളും ഉണ്ടാകുന്ന 2 മരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറീസ് പോലെ ഞാൻ നട്ടതാണിത്. അന്നൊക്കെ നമ്മൾ ഈ ഒരു ചെമ്പകത്തിൻ്റെ പൂ പറിക്കാൻ ചെല്ലുമ്പോൾ ഇതുപോലുള്ളൊരു പൂ കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. എല്ലാം വിരിഞ്ഞു പോയിട്ടുള്ള പൂക്കളായിരിക്കും നമുക്ക് കിട്ടുക. കാരണം അന്ന് വീട്ടിലുണ്ടായിരുന്നൊക്കെ വലിയ ചെമ്പകമരമാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പിലുണ്ടാകുന്ന പൂക്കളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിലൊരു ചെറിയ മരം കൊണ്ട് നട്ടിട്ട് ഇഷ്ടംപോലെ പൂക്കളാണ് ഉണ്ടായത്. ഇതിൽ നിന്നാണെങ്കിൽ ഒന്നുപോലും പറിക്കാൻ തോന്നുന്നില്ല. വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നല്ല മണമാണ്, നിറച്ചും പൂവാണല്ലോ. അങ്ങനെ നമ്മുടെ ചെമ്പകമരം ഇവിടെ വളരെ ഉഷാറായിട്ട് നമ്മുടെ ചെടിത്തോട്ടത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ ചെടിച്ചട്ടിയിലും ഈ ഒരു ചെടി നടാവുന്നതാണ്.